രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞല്ലോ, ഞാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന്. കുംഭമേളയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞതിനാണ് എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രൂപത്തിലാണ്. പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെയാണ്. എനിക്ക് വായിച്ചിട്ട് ചിരി വന്നു. വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അവർ വിമർശനം എന്ന പേരിൽ നടത്തുന്നത് പുലഭ്യം പറച്ചിലാണ്, അധിക്ഷേപിക്കലാണ്, വ്യാജ പ്രചരണമാണ്. അവരുടെ വാർത്തയിൽ പ്രത്യേകതയായിട്ട് അവർ അവതരിപ്പിച്ചത് അവരുടെ മാധ്യമ പ്രവർത്തകൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ട് റിപ്പോർട്ടിംഗ് നടത്തുകയാണ്. ചരിത്രം എന്ന നിലയിൽ പച്ചക്കള്ളം പറയുകയും അധിക്ഷേപം മാത്രം പറയുകയും ഓരോ മണിക്കൂറിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവരെ നമസ്കാരം. ന്യൂസ് അറ്റ് ഹൗസിൻ്റെ ടോക്ക് ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എം സ്വരാജാണ് ഇന്ന് ടോക്ക് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ന്യൂസ് അറ്റ് ഹൗസിലേക്ക്. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിരിക്കുമ്പോൾ അസാധാരണമായിട്ട് വ്യത്യസ്തമായ ഒരു ചർച്ചയാണ് സമ്മേളനം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് മാധ്യമങ്ങളുടെ ഈ സമ്മേളനത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് സംബന്ധിച്ചാണ്. പണ്ടൊക്കെ വിമർശനം ഉന്നയിക്കാറുള്ളത് സമ്മേളനത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ് മാധ്യമങ്ങൾ സമീപിച്ചതെന്ന് സംബന്ധിച്ചാണ്. തെറ്റായി വിശകലനങ്ങൾ വന്നു എന്നൊക്കെയാണ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർട്ടിയുടെ ഘടന പോലും മനസ്സിലാകാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സ്വരാജ് തന്നെ അത് സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും പറയാനുള്ളത്? മാധ്യമപ്രവർത്തനം ഒരുപാട് ഉത്തരവാദിത്വമുള്ള ഒരു രംഗമാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തണമെങ്കിൽ നല്ലതുപോലെ മാധ്യമപ്രവർത്തകരുടെ പ്രയത്നം ആവശ്യമാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ പ്രധാനമായും ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകർ. ഞാനങ്ങനെ പറയാൻ കാരണം മലയാള മാധ്യമ പ്രവർത്തന രംഗത്തെ തന്നെ അല്പം കടന്നു പോകുന്നെങ്കിൽ ക്ഷമിക്കുക, ഒരർത്ഥത്തിൽ മലീമസമാക്കുന്ന ഒരു ഇടപെടലായിട്ടാണ് ദൃശ്യമാധ്യമ രംഗത്തെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുടെ ഇടപെടലുകളെ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് ശരിയുമാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലും ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ നല്ലൊരു പങ്ക് CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരുന്നില്ല എന്നതാണൊരു വസ്തുത. അതെന്തിനാണ് ഒരു പ്രത്യേക പ്രാപ്തി എന്ന് ചോദിച്ചാൽ, CPIM സവിശേഷമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ മറ്റ് പാർട്ടികൾ, കോൺഗ്രസ്സോ അതുപോലെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ പ്രവർത്തകരെ എല്ലാം ഏതെങ്കിലും മൈതാനത്ത് സംഘടിപ്പിച്ച് നേതാക്കന്മാർ കുറേ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന അങ്ങനെ ഒരു സമ്മേളനം, അതാണ്. അതിനെന്തെങ്കിലും ഒരു പേരൊക്കെ ഇട്ടിട്ട് അങ്ങനെ സമ്മേളനം നടത്തും. പ്രതിനിധി സമ്മേളനമൊന്നും കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ എൻ്റെ ഓർമ്മയിൽ തന്നെ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കൃത്യമായി നടത്തുന്ന ഒരു രീതിയില്ല. CPIM പക്ഷേ 3 വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ അഖിലേന്ത്യാ തലം വരെ സമ്മേളനം നടത്തുന്ന ആ സമ്മേളനങ്ങൾക്കൊരു പ്രത്യേകമായ രീതിയുണ്ട്. അതിൽ ഒരു റിപ്പോർട്ട് കാലയളവിൽ അഥവാ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ആ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ചർച്ചയുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരാളാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ധരിക്കും കോൺഗ്രസിലെ പോലെ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, B ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രതിനിധികൾ ഗ്രൂപ്പായിട്ട് ആകെ കുഴപ്പമായി എന്ന്. സത്യത്തിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലാ ഡെലിഗേഷനെയാണ് ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, CPIM സമ്മേളനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ, അതിൻ്റെ ടെർമിനോളജികൾ, നടപടിക്രമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പ്രാഥമികമായെങ്കിലും ഒരു ധാരണ വേണം. ഞാൻ ആരെയും ഇകഴ്ത്താൻ പറയുന്നതല്ല. ഇപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും എല്ലാവർക്കും ബോധ്യമുണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരു പദ്ധതി അനുസരിച്ച് ഒരു പ്രത്യേക കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയുടെയും കൂറിൻ്റെയും ഒക്കെ കൂടി ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താണ് സംഘടനാ റിപ്പോർട്ട്, എന്താണ് പ്രവർത്തന റിപ്പോർട്ട്, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഏത് സമ്മേളനത്തിലാണ് അവതരിപ്പിക്കുക, ഈ സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന് എന്തൊക്കെ മാറ്റം വന്നു, ഇതൊക്കെ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അതൊക്കെ പഠിക്കണം. അതോടൊപ്പം ശരിയായി ഒരു സമ്മേളനത്തെ സമീപിക്കണമെങ്കിൽ ആ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളെയാണ് വിമർശന വിധേയമാക്കേണ്ടത്. മാധ്യമങ്ങൾ വിമർശിക്കണം, തീർച്ചയായും CPIM-നെ നന്നായി വിമർശിക്കണം. എൻ്റെ പരാതി
സൃഷ്ടിപരമായ ആരോഗ്യമുള്ള നല്ല വിമർശനങ്ങൾ CPIM-നെതിരെ ഉയർത്താൻ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് കെൽപ്പില്ലാതെ പോകുന്നു. അവർ വിമർശനം എന്ന പേരിൽ നടത്തുന്നത് പുലഭ്യം പറച്ചിലാണ്, അധിക്ഷേപിക്കലാണ്, വ്യാജ പ്രചരണമാണ്, ദേഷ്യം ചീത്ത വിളിച്ച് തീർക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു സൃഷ്ടിപരമായ വിമർശനം, നല്ല വിമർശനം, ആരോഗ്യപരമായ വിമർശനം, CPIM-നെ കൂടി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, CPIM ഭാവിയിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ദിശാബോധം പകർന്നു തരും വിധമുള്ള വിമർശനങ്ങൾ അടുത്ത കാലത്തൊന്നും കേട്ടതായി ഞാൻ ഓർമ്മിക്കുന്നതേയില്ല. പിന്നെ വ്യാജ പ്രചരണം, കൊടുക്കുന്ന വാർത്ത സത്യമായി കൊള്ളണം എന്ന് ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാത്ത നിലയിൽ. ഞാനിപ്പോൾ അങ്ങനെ പറയാൻ കാരണം 7-ാം തീയതിയാണ് ചർച്ച ആരംഭിക്കുന്നത്. പക്ഷേ 6-ാം തീയതി വൈകിട്ട് തന്നെ മാധ്യമങ്ങളിൽ പലരും ചർച്ചയിൽ രൂക്ഷ വിമർശനം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സമ്മേളനത്തിൻ്റെ അജണ്ട അതൊരു രഹസ്യമല്ല, പ്രതിനിധികൾക്ക് മാത്രം കൊടുക്കുന്നതല്ല, അതെല്ലാ മാധ്യമങ്ങൾക്കും കിട്ടുന്നതാണ് അജണ്ട, ഓരോ ദിവസത്തെയും സമയക്രമം. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ചർച്ച ആരംഭിക്കുന്നത് 7-ാം തീയതി കാലത്ത് 9:30 മണിക്കാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുപോലും മെനക്കെടാതെ മുൻകൂട്ടി മനസ്സിൽ തയ്യാറാക്കി വന്ന കുറേ കാര്യങ്ങൾ നിറം ചാലിച്ച് അങ്ങ് കൊടുക്കുക എന്നതാണ്. അത് നിർഭാഗ്യകരമാണ്, നിരാശാജനകമാണ്. ഒരു നല്ല വിമർശനമെങ്കിലും ഉന്നയിക്കാൻ കഴിയാതെ പോകുന്നുവല്ലോ എന്നാണ് സമീപകാല മലയാള മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു വിഷമം. മുൻകാലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സമ്മേളനം, ഇപ്പോൾ CPM-ൻ്റെ സമ്മേളനം ഘടനാപരമായിട്ട് തന്നെ കുറേ ലെയറുകളിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അതത് മാധ്യമങ്ങൾ തന്നെ ഒരു പ്രാഥമികമായ വിവരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ അതിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിമർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. സാധാരണ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും വിമർശനങ്ങൾ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് വിചാരിക്കുന്നത്, മാധ്യമങ്ങൾക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനം രൂപപ്പെട്ടത്? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിലിപ്പോൾ ന്യൂസ് ചാനലുകൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരം വർദ്ധിക്കും. അപ്പോൾ ഏത് വിധേനയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതിൽ മാത്രമായി ശ്രദ്ധ മാറും. വാർത്തയുടെ ഗുണനിലവാരം, അവതരണത്തിലെ ഔന്നത്യം, ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ മുൻപ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ, ഒരു ദൃശ്യമാധ്യമം, അവരുടെ വാർത്തയിൽ പ്രത്യേകതയായിട്ട് അവർ അവതരിപ്പിച്ചത് അവരുടെ മാധ്യമ പ്രവർത്തകൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ട് റിപ്പോർട്ടിങ് നടത്തുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഒരു ന്യൂസ് ചാനലിന് എന്തിനാണ് കുതിരയുടെ ആവശ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ആ ചാനൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്ന് വിമർശിക്കേണ്ടി വരും. ഏത്? പരമാവധി പ്രേക്ഷകരെ ആകർഷിക്കുക, റേറ്റിങ്ങിൽ മുൻപിലെത്തുക, അതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം. ഞങ്ങളുടെ വാർത്ത കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഞങ്ങളുടെ കുതിരയെങ്കിലും നിങ്ങൾ കാണൂ എന്നതാണ് മുൻപോട്ട് വെക്കുന്നത്. തമാശയാണോ എന്നറിയില്ല കേട്ടത്. അപ്പോൾ അതിന് മറുപടിയായി വേറൊരു ചാനൽ ആനപ്പുറത്ത് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു അത്രേ. പക്ഷേ അതിന് വൈഭവമുള്ള ഒരു റിപ്പോർട്ടർ എന്ന് വെച്ചാൽ ആനപ്പുറത്തിരുന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരാളില്ലാത്തത് കൊണ്ട് പിന്നെ അത് ഉപേക്ഷിച്ചു. ചിലപ്പോൾ നാളെ നമുക്കത് കാണേണ്ടി വരും. അപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുക, പെട്ടെന്ന് അതിനൊരു മറുപടി ആണോ എന്ന് അറിഞ്ഞുകൂടാ. വേറൊരു ടെലിവിഷൻ ചാനലിലെ മാധ്യമപ്രവർത്തകൻ ഒരു ദിവസം നവമാധ്യമങ്ങളിൽ ഒരാൾ പങ്കുവെച്ച ഒരു ശകലം കണ്ടപ്പോൾ മിമിക്രി അവതരിപ്പിക്കുകയാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ അടുത്തിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുകയാണ്. എന്ത് പ്രസക്തിയാണതിനെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളോ വിലയിരുത്തലുകളോ ആവാം. പക്ഷേ ഒരു ജേർണലിസ്റ്റ് മിമിക്രി അവതരിപ്പിക്കുന്നതിൽ വാർത്താപരമായ എന്ത് സവിശേഷത, എന്ത് മൂല്യമാണുള്ളത്? അദ്ദേഹം വേണേൽ അങ്ങനെ ഒരു കലാകാരനാണെന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാം. പക്ഷേ ഞങ്ങളുടെ വാർത്ത നിങ്ങളെ ആകർഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വാർത്താ ലേഖകൻ മിമിക്രി താരം കൂടിയാണ്, നിങ്ങൾ മിമിക്രി കാണാനെങ്കിലും ഞങ്ങളുടെ വാർത്ത കാണൂ എന്ന് പറയും പോലെയാണ്. അപ്പോൾ അടുത്ത ചാനൽ മാധ്യമപ്രവർത്തകയുടെ നൃത്തം തന്നെ രംഗത്ത് അവതരിപ്പിച്ചു. അപ്പോൾ കുതിരയും മിമിക്രിയും നൃത്തവുമായി വാർത്തയെ വിൽക്കാൻ നടത്തുന്ന ഒരു ശ്രമമായി കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തന രംഗം മാറി എന്നത് സങ്കടകരമാണ്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു ലേഖനം വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഇന്നത്തേതുപോലെ ടെലിവിഷൻ ചാനലുകളുടെ പെരുപ്പം ഒന്നില്ല. അന്ന് 1-2 ചാനൽ, ഒരു ചാനലേ ഉണ്ടാവും.
ആ ഒരു ചാനൽ തന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ചിലപ്പോൾ ഇനി ദൂരദർശനെ അടിസ്ഥാനപ്പെടുത്തിയാണോ എന്നും സംശയിക്കണം. അതിലുപയോഗിച്ചൊരു വാക്ക് ദൃശ്യപാതകം എന്നാണ്. ദൃശ്യപാതകം എത്രയോ വർഷം മുമ്പാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് പ്രവചന സ്വഭാവമുള്ളൊരു വാക്കാണ്. അന്നത്തെക്കാളേറെ ആ വാക്കിന് പ്രസക്തി ഇപ്പോഴാണ്. യഥാർത്ഥ ദൃശ്യപാതകമായി മലയാളത്തിലെ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ വാർത്താനുബന്ധ പരിപാടികൾ, ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാലത്തെ മലയാള ദൃശ്യമാധ്യമ പ്രവർത്തനം ഒരു കുറ്റകൃത്യം കൂടിയായി മാറുന്നു എന്നാണ്. സമൂഹത്തോട്, പ്രേക്ഷകരോട്, ജനങ്ങളോടാകെയുമുള്ള ഒരു കുറ്റകൃത്യമായി മാറുന്നു. പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്ന വിമർശനവും എനിക്കുണ്ട്. ആ വിമർശനം പറയാൻ ഒരു കാരണം കൂടി പറയാം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഉദാഹരണമായി പറയാവുന്നത്, CPIM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. അവസാനം പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു പ്രധാന ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക. അപ്പോൾ അവർ പറയുകയാണ്, വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. വളരെ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജ് ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തിരുത്തുന്നുണ്ട്. അവിടെ ആരെങ്കിലും പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ നിലവിലില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നത്, നിലവിലുള്ള CPIM സംസ്ഥാന കമ്മിറ്റി എന്നാൽ ഒരു രഹസ്യമല്ലല്ലോ. എല്ലാവർക്കും ആരൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാം. ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഒരു വട്ടം വായിച്ചാൽ അത് സംബന്ധിയായ വാർത്ത കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്യാമറയുടെ മുൻപിലിരിക്കുമ്പോൾ കേരളത്തിലെ 2 CPIM മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ നിലവിലില്ല എന്ന് അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ ലളിതമായൊരു കാര്യമാണ്. അപ്പോൾ അവർ സംസ്ഥാന കമ്മിറ്റിയിൽ വരുമോ? സാധാരണ ഇതിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗ്രഹപാഠത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കി വെക്കാവുന്നതാണ്. എന്നാൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേര് വിവരമുള്ള പ്രിൻ്റ് ഔട്ട് ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ പോലും സാധിക്കാതെ ക്യാമറയുടെ മുൻപിലിരുന്ന് അവർ പറയുകയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുകയാണ്. പിന്നെ പറയുന്നു ഉൾപ്പെടുത്തി. അപ്പോൾ ക്ഷണിതാവായി ഉൾപ്പെടുത്തി. അപ്പോൾ അതിനെതിരായിട്ടുള്ള വിമർശനം എന്ന് വെച്ചാൽ ബാലപാഠം പോലും അഭ്യസിക്കാതെ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകളായി ഇത്തരക്കാരും മാറുന്നുണ്ട്. അത് മലയാള മാധ്യമങ്ങളെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്നു എന്നത് മാധ്യമങ്ങളുടെ ശത്രുവായതുകൊണ്ടല്ല, അങ്ങനെ ശത്രുസ്ഥാനത്തല്ല മാധ്യമങ്ങൾ നിൽക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വ രാഹിത്യം അവർ തന്നെ തുറന്നു കാണിക്കുന്നു. അവർ ഈ ജോലി ചെയ്യാൻ പ്രാപ്തരല്ല എന്ന് പിന്നെയും സമൂഹത്തോട് ഈ രീതിയിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. ഇതിനോട് ചേർത്ത് തന്നെ സ്വരാജ് തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മനോരമയിൽ വന്ന ഒരു പട്ടികയിൽ സ്വരാജിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രവേശനത്തിന്റെ വർഷം ചേർത്ത് വെച്ചുകൊണ്ട് നടത്തിയൊരു നിഗമനത്തെക്കുറിച്ച്. അതെ, അതിൽ സത്യത്തിൽ ഈ വിമർശനം എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യമില്ല, ഞങ്ങൾക്കുണ്ടാവേണ്ട കാര്യമില്ല. കാരണം മാധ്യമങ്ങൾ നിരന്തരം CPIMനെ വിമർശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അതാണല്ലോ. ഇപ്പം നിങ്ങൾ കേരളത്തിലെ ഏത് മാധ്യമം എടുത്താലും ആ മാധ്യമ വാർത്തകളായി പുറത്തു വരുന്നതിൽ 50% CPIMനെതിരായിട്ടുള്ളതാണ്, വിമർശനമാണ്. ആ വിമർശനങ്ങളിലെ വസ്തുതാരാഹിത്യത്തെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ടാവും, ഞങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടാവും. അതിനപ്പുറത്ത് വിമർശനങ്ങളെ എതിർക്കേണ്ട കാര്യമില്ല. വിമർശനം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. വിമർശനങ്ങൾ നമ്മളെയും പുതുക്കാൻ സഹായിക്കും. തിരിച്ചും അങ്ങനെ എടുക്കേണ്ടതുള്ളൂ. തിരിച്ചും വിമർശനങ്ങളെ അങ്ങനെ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. എന്നാൽ പലപ്പോഴും മാധ്യമപ്രവർത്തകരിൽ പലരുടെയും വലുപ്പക്കുറവ് ഇത്തരം സന്ദർഭങ്ങളിൽ വെളിയിൽ വരും. ഞാനത് പറയാൻ കാരണം, കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഉടനെ മലയാള മനോരമ ടെലിവിഷൻ ചാനൽ നല്ല പ്രാധാന്യത്തോടെ ഒരു വാർത്ത കൊടുത്തു. ലീഗിനെ ചേർക്കാം, ലീഗിനെ ചേർത്ത് നിർത്തും എന്നോ മറ്റോ ആണ് അതിൻ്റെ തലക്കെട്ട്. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ പോവുകയാണ്, ഇതാണ് വാർത്ത. പിറ്റേ ദിവസം രാവിലെ പുറത്തിറങ്ങിയ മനോരമ പത്രത്തിൻ്റെ 1-ാം പേജിൽ ലീഗുമായി കൂട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. രണ്ടുപേരും റിപ്പോർട്ടിനെയാണ് ഉദ്ധരിക്കുന്നത്. ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാം എന്ന് മനോരമ ചാനലും, മുസ്ലിം ലീഗുമായി കൂട്ടില്ല ആ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ലീഗിനെ ശക്തമായി എതിർക്കും എന്ന് പത്രവും പറയുന്നു. അപ്പോൾ ഒരുതരം കള്ളം പറയാനുള്ള മത്സരത്തിൽ പരസ്പര വിരുദ്ധമായി പോയി വാർത്ത. ഒരേ മാനേജ്മെൻറ്റിൻ്റെ ഒരേ പേരിലുള്ള പത്രവും ചാനലും തമ്മിൽ വന്ന ഈ പരസ്പര വിരുദ്ധമായ വാർത്ത ഞാൻ ചൂണ്ടിക്കാണിച്ചു നവമാധ്യമത്തിൽ. ഒരു വിമർശനവും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ അതിനുള്ള വാശി പിന്നെ തീർക്കുന്നത് തൊട്ടടുത്ത ദിവസം മനോരമ ചാനലിൽ പ്രവർത്തന റിപ്പോർട്ടർ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ
എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രൂപത്തിലാണ്. പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെയാണ്. എനിക്ക് വായിച്ചിട്ട് ചിരി വന്നു. സാന്ദർഭികവശാൽ രാവിലെ ആ മാധ്യമപ്രവർത്തനെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടതല്ല, അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല സത്യത്തിൽ, രാവിലെ നടക്കാൻ പോയപ്പോൾ. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ കൊടുത്ത വാർത്ത ഞങ്ങളെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ, നിങ്ങൾ ഈ കൊടുത്ത വാചകം ഞങ്ങളെ റിപ്പോർട്ടിൽ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് അതൊരു വ്യാഖ്യാനമാണ് എന്നാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ നുണയാണ് എന്നൊക്കെ പഠിച്ചിറങ്ങിയവരോട് നമുക്ക് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. കൊടുക്കുന്ന വാർത്ത കൃത്യമാവണം എന്ന നിർബന്ധ ബുദ്ധി ഇവർക്കാർക്കുമില്ല. വാർത്ത തെറ്റായാലും കുഴപ്പമില്ല എന്ന ഉദാസീന മനോഭാവമാണ്. അതിൽ നമുക്ക് വ്യക്തിപരമായ പ്രശ്നമല്ല, അത് പൊതുവായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടും തീരാത്ത ഒരു അരിശമാണ് പിറ്റേ ദിവസം പത്രത്തിൽ, കാരണം ചാനലിൻ്റെ ആക്രമണം കഴിഞ്ഞിട്ടുള്ളൂ, പിറ്റേ ദിവസം പത്രത്തിൻ്റെ ആക്രമണം വന്നതാണ്. അപ്പം ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത് എന്നാണെന്നൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അത് തെറ്റിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് തെറ്റിച്ചു കൊടുത്തിട്ടൊരു തെറ്റായ പ്രതീതി ജനങ്ങൾ ഉണ്ടാക്കുകയാണ്. അതാ ഇന്നലെ വന്നപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൽ വന്നു എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വസ്തുതയുമായി യോജിപ്പില്ലാത്ത കാര്യമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ്, അതായത് നിങ്ങളൊരു വിമർശനം ഉന്നയിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊരു സൂചന. ഇതൊരു അബദ്ധമല്ലേ എന്ന് ചോദിച്ചോക്കാം. ഞാൻ അബദ്ധമാണെന്ന് കരുതുന്നില്ല. കാരണം വിയോജിപ്പുള്ള ആളെ കാർട്ടൂൺ വരച്ച് അധിക്ഷേപിക്കുക എന്നത് ഇപ്പോൾ പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ശൈലിയാണ്. ഒരാളോട് എതിർപ്പുണ്ടെങ്കിൽ അയാളെ കാർട്ടൂൺ വരച്ച് അധിക്ഷേപിക്കുക, അതൊരു കലാവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന പരിധിയിൽ പെടും എന്നാണ് പറയുന്നത്. ലോകമറിയുന്ന ഉന്നത ശീർഷരായ എത്രയോ കാർട്ടൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്, കേരളത്തിലും ഒക്കെ. പക്ഷേ ഇപ്പോൾ കാർട്ടൂണിലൊക്കെ വിഷാംശം കൂടിയുണ്ട്. വിഷാംശമുള്ള കാർട്ടൂണാണ്. ദളിത് വിരുദ്ധത, കീഴാള വിരുദ്ധത, വർണ്ണവിവേചനം, പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇഷ്ടമില്ലാത്ത ആളുടെ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കുമോ? അത് നമുക്ക് പെട്ടെന്ന് അത്ര സാധ്യത കുറവാണെന്ന്. എന്നാൽ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കുമോ? ഇഷ്ടമില്ല എന്ന കാരണം കൊണ്ട് അച്ഛൻ്റെ കാർട്ടൂൺ വരെ വരച്ച് ദേഷ്യം തീർത്തിട്ടുള്ള അനുഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം എന്നത് ഒരു സത്യം മാത്രമാണ്. അതേതായിരുന്നു സംഭവം? ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കുറച്ച് പഴയതാണ്, 10-20 കൊല്ലം മുമ്പുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു നിലവാരത്തെ ഏത് നിലയിലാണ് ബാധിക്കുക എന്ന് സത്യത്തിൽ അവരവർ തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ CPM-ൽ നിരന്തരമായി മാധ്യമ വിമർശനം നടത്തുന്ന ഒരാൾ എം സ്വരാജാണ്. പ്രത്യേകിച്ചും സത്യാനന്തരം എന്ന പ്രോഗ്രാമിലൂടെ, പ്രത്യേകിച്ചും വേദികളിലും അല്ലാതെ ലേഖനങ്ങളിലൂടെ ഒക്കെ അതിൻ്റെ ഒരു തുടർച്ച വാർത്തകളിലുണ്ടെന്നാണോ അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ വ്യക്തിപരമായി മാത്രം കാണുന്നൊരു കാര്യമല്ല. അത് സത്യത്തിൽ മാധ്യമ പ്രവർത്തനത്തോട് എനിക്ക് വലിയ ആദരവാണുള്ളത്. ഞാൻ ആദരവോടുകൂടി കാണുന്ന ഒരു മേഖല മാധ്യമ പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു കാരണം, മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ചരിത്രം വളരെ പ്രചോദനാത്മകമാണ്, ആവേശനിർഭരമാണ്, വീരസാഹസികമാണ്. അത് നമ്മൾ ആ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എടുത്താൽ പത്രാധിപർ ജയിലിലടക്കപ്പെട്ട അനുഭവമാണ്. 1780 തോന്നുന്നു ബംഗാൾ ഗസറ്റ് ഇറങ്ങുന്നത്. 2 കൊല്ലമാകുമ്പോഴേക്കും ബംഗാൾ ഗസറ്റ് അടച്ചുപൂട്ടുന്നുണ്ട്. ബംഗാൾ ഗസറ്റിൻ്റെ പത്രാധിപർ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ജയിലിലടക്കപ്പെട്ടു, തുറങ്കിലടക്കപ്പെട്ട അനുഭവമാണ്. ഒരു പത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ ആദ്യപഥികരിൽ പലരുടെയും അനുഭവം സമാനതയുള്ളതാണ്. ഇപ്പോൾ സ്വദേശാഭിമാനി 905 പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 910 ആകുമ്പോഴേക്ക്, എന്ന് വെച്ചാൽ 5 കൊല്ലമാകുമ്പോഴേക്ക് പത്രം അടച്ചുപൂട്ടേണ്ടി വരുന്നു. രാമകൃഷ്ണപിള്ള എഡിറ്ററെ നാടുകടത്തുന്നു. അതാണ് നാടുകടത്തലും അടച്ചുപൂട്ടലും, ഇതാണ് അനുഭവം. അമേരിക്കയിലെ ആദ്യത്തെ പത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ അമേരിക്കയല്ല, ബ്രിട്ടീഷ് കൊളോണിയൽ അമേരിക്കയിലെ ആദ്യത്തെ പത്രം പബ്ലിക് ഒക്കുറൻസസ് എന്ന് പറയുന്നൊരു പത്രമാണ്. അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കില്ല, 1690 മറ്റോ ആണെന്ന് തോന്നുന്നു. അത് പുറത്തിറങ്ങിയ വർഷം 1690 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ പത്രാധിപർ ബെഞ്ചമിൻ ഹാരിസ് ആയിരുന്നു. അപ്പോൾ ആദ്യ ലക്കം പുറത്തിറങ്ങി, ആദ്യ ദിവസം പത്രം പുറത്തിറങ്ങി, അന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് തന്നെ ജയിലിലടക്കപ്പെട്ടു, പത്രം അടച്ചുപൂട്ടി. എന്നുവെച്ചാൽ പബ്ലിക് ഒക്കുറൻസസിൻ്റെ ഒരൊറ്റ കോപ്പി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ്. അയാൾ ജയിലിലടക്കപ്പെട്ടു. അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പത്രം അല്ലമീനും
10-15 കൊല്ലമായപ്പോഴേക്ക് അടച്ചുപൂട്ടേണ്ടി വന്നു. അബ്ദുറഹ്മാൻ സാഹിബ് ജയിലിൽ അടക്കപ്പെട്ടു. അബ്ദുൽ കലാം ആസാദ് ഒന്നിലധികം പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. എല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നു. അദ്ദേഹത്തെ നാട് കടത്തി വീട്ടുതടങ്കലിലാക്കി. തുറങ്കിലടക്കപ്പെട്ട മാധ്യമ പ്രവർത്തകർ, തുറങ്കിലടക്കപ്പെട്ട പത്രാധിപന്മാരും അടച്ചുപൂട്ടിയ പത്രങ്ങളും എന്നത് ലോകത്തെമ്പാടുള്ള ചരിത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുദ്ധത്തിലൂടെയാണ് മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത്. ഭരണകൂടവുമായുള്ള ഏറ്റുമുട്ടലിലൂടെയാണ്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ നാവായിട്ടാണ്. ഈ കാരണങ്ങളാലൊക്കെ തന്നെ മാധ്യമപ്രവർത്തനത്തെ ആദരവോടെ കാണുക, അവരുടെ ഉത്തരവാദിത്വത്തെ ആദരവോടെ കാണുക, അത് ആണ് സത്യത്തിൽ എൻ്റെ മാധ്യമങ്ങളോടുള്ള സമീപനം. എന്നാൽ ഞാൻ നിരാശപ്പെട്ടു പോകുന്നത് ഈ ചരിത്രത്തെ കൊഞ്ഞനം കുത്തുന്നു ഇന്നത്തെ മാധ്യമപ്രവർത്തകർ. അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമപ്രവർത്തകനോ മാധ്യമപ്രവർത്തകയോ ആകാൻ ഒരു സാധ്യതയുമില്ല എന്ന് തോന്നിപ്പിക്കും വിധമാണ് പലരും ഇന്ന് ദൃശ്യമാധ്യമ രംഗത്ത് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ വാർത്താ അവതരണം, അതോടൊപ്പം തന്നെ പിന്നെ വൈകുന്നേരങ്ങളിലെ ചർച്ച, ടെലിവിഷൻ ചാനൽ ചർച്ച, ഇതൊക്കെ കണ്ടാൽ സത്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മാധ്യമ പ്രവർത്തകർ മറ്റേതെങ്കിലും ഒരു രംഗത്താണ് ജോലി ചെയ്തിരുന്നതെങ്കിലോ, ഒരു സർക്കാർ ഓഫീസിലെ ഒരു പ്യൂണായിരുന്നെങ്കിൽ, ഒരു വില്ലേജ് ഓഫീസറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കളക്ടറായിരുന്നെങ്കിൽ, ഒരു മന്ത്രിയായിരുന്നെങ്കിൽ, ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു തുറയിലാണ് അവർ ജോലി ചെയ്തിരുന്നതെങ്കിൽ നിർദ്ദയം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. ജനങ്ങളുടെ കയ്യേറ്റത്തിനിരയാകുമായിരുന്നു. അത്രമാത്രം ജനാധിപത്യ വിരുദ്ധത, അസഹിഷ്ണുത, ഏകാധിപത്യ മനോഭാവം, സാധാരണ നിലയിൽ പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിയാത്ത മനോഭാവം ഇതാണുള്ളത്. അപ്പോൾ മാധ്യമപ്രവർത്തനത്തെ ഇന്ന് കൊഞ്ഞനം കുത്തുന്നു. നേരത്തെ ഞാൻ പരാമർശിച്ചത് ബോധപൂർവം പറഞ്ഞ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ് ഇടിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്, അഥവാ മാധ്യമങ്ങളാണ്. മാധ്യമപ്രവർത്തകർ പൂർണ്ണ സ്വതന്ത്രരൊന്നുമല്ല, മാധ്യമങ്ങളാണ്. അപ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രൗഢമായ ഒരു ചരിത്രത്തോട് വർത്തമാനകാല മാധ്യമപ്രവർത്തനം അനീതി ചെയ്യുന്നു എന്ന വിമർശനമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ ഒരു 10-12 വർഷം മുന്നേ, ഒരു ദശകം മുന്നേ എന്നാണ് പക്കാ വാക്ക്, റിപ്പോർട്ടർ ടി വിയിൽ നമ്മൾ സമാനമായ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല നിലവിൽ സ്വരാജ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ. അന്ന് നമ്മൾ ചോദിച്ചതും പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് മൊത്തത്തിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ്. അതായത് VS അച്യുതാനന്ദനെ വെട്ടിപ്പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പാർട്ടി സമ്മേളനത്തിൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നും അടുത്ത കാലത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിലോ മറ്റോ കണ്ടു, ഇന്നും അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ തുടർച്ച പല തലത്തിലാണിപ്പോൾ നമ്മൾ കാണുന്നത്. ആ കേസ് എന്തായി? അന്നത്തെ സാഹചര്യത്തിന് ഇപ്പം എന്താണ് അവസ്ഥ? അതെ, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയാണ്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ, പല കാരണങ്ങളാൽ ഇഷ്ടമാകാതിരിക്കാം, അപ്പോൾ നിങ്ങളോട് ബഹുമാനം കാണിച്ചില്ല എന്നുകൊണ്ട് നിങ്ങൾക്ക് അനിഷ്ടം തോന്നാം, നിങ്ങൾക്ക് വിധേയനായി നിന്നില്ല എന്നത് അനിഷ്ടത്തിന് കാരണമാകാം. അങ്ങനെയൊക്കെ വന്നാൽ ഒരു മാധ്യമമുണ്ട്, അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്താൻ ഒരു സാധ്യതയുണ്ട് എന്നത് ഉപയോഗപ്പെടുത്തുക എന്നത് സത്യത്തിൽ വ്യക്തിത്വമില്ലായ്മയുടെ ലക്ഷണമാണ്, എന്തോ ആവട്ടെ. അപ്പോൾ അങ്ങനെ വന്ന ഒരു വാർത്താ രൂപത്തിലുള്ള വികൃത സൃഷ്ടിയായിരുന്നു അത്. അതിപ്പോഴും ആളുകൾ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അതിൻ്റെ സമയം, അതിൻ്റെ സാമ്പത്തികമായ ചെലവുകൾ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരു 100 അനുഭവങ്ങളെങ്കിലും വന്നപ്പോഴാണ് ഒന്നിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ നിയമ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ പിന്നെ കണ്ടുവരുന്ന വേറൊരു കാര്യം, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പല രാഷ്ട്രീയക്കാരും പറഞ്ഞാൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ച് അവിടെ നിർത്തും. കാരണം അത് അവർക്കും ഒരു വാർത്തയെ വേണ്ടൂ. നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത മാത്രം മതി, പിന്നെ അത് വിട്ടുകളയും. ഇതാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും നിയമ നടപടികളെ നേരിടേണ്ടി വരാറില്ല. അതുകൊണ്ട് അവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊരു വാർത്തയ്ക്ക് വേണ്ടിയുള്ളതാണ് കഴിഞ്ഞു എന്നാണ്. ഞാൻ പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ നിയമ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ എറണാകുളം കോടതിയിൽ ഇപ്പോഴും ആ കേസ് തുടരുകയാണ്. ഇപ്പോൾ 10 വർഷം ആയി, കൃത്യം 10 വർഷമായി. അപ്പോൾ അത്തരം നിയമ നടപടികളുടെ ഒരു അവസ്ഥ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എതിർകക്ഷികളുടെ നിസ്സഹകരണം കേസിനെ വളരെ നീട്ടിക്കൊണ്ടുപോകും. പിന്നെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വരെ കോടതി വിധിച്ച് കഴിയുമ്പോഴായിരിക്കും വന്ന് കോടതിയിൽ ജാമ്യം എടുക്കുക. അപ്പോൾ ഏതായിരുന്നാലും ആ കേസ് തുടർന്നു പോകുന്നു. 11ാം വർഷത്തിലേക്ക് ആ കേസ് കടക്കുകയാണ്. ഇനി ഒരുപക്ഷെ അധികം വൈകാതെ ആ കേസിൽ വിധി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷവും സമാനമായ 100 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തീർത്തും തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച
അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പ്രസിദ്ധീകരിച്ച മറ്റൊരു സംഭവത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 അച്ചടി മാധ്യമങ്ങൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു കേസ് നടക്കുന്നു. പക്ഷേ അതും ഇതിന് പുറമെ ആ ഒരു നടപടി കൂടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സ്വീകരിച്ചിട്ടില്ല, പക്ഷേ വൈകാതെ 2 പ്രധാന കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾക്കെതിരായ ഒരു നിയമ നടപടി കൂടി സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ അങ്ങനെ മാധ്യമ വാർത്തകൾ വരുന്നു, പക്ഷെ ആ വാർത്തയിൽ നിന്ന് മാധ്യമം പിന്നെ മെല്ലെ മാറി മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഈ വാർത്ത ഉപയോഗിച്ചാണ് രാഷ്ട്രീയത്തിലുള്ള യുദ്ധം, അല്ലേ? അതെ, തീർച്ചയായും. അത് VS തന്നെ ഒരു 10 വർഷം മുമ്പ് ആലുവയിൽ വന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ശക്തമായി തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. അതെല്ലാം ദുഷ്ടബുദ്ധികളുടെ പ്രചരണമാണ് എന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ വളരെ ഔത്സുക്യത്തോടെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സ്വരാജുമായി പ്രശ്നമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ അദ്ദേഹം എത്രമാത്രം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ് VS. അപ്പോൾ അതിന് VS പറയുന്ന മറുപടിയുണ്ട്, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ നമുക്കെതിരായി ഒരു ആയുധം എന്ന പോലെ ഇപ്പോഴും പലരും ഇതൊക്കെ എടുത്ത് പറയാറുണ്ട്. അതൊക്കെ ഒരു കൗതുകം പോലെ നടക്കുന്നു. കേസ് ഒരു വഴിക്ക് നടക്കുകയും ചെയ്യും. ഈ ചാനൽ ചർച്ചകളിലെ സ്ഥിരം ഒരു പ്രധാനപ്പെട്ട മുഖമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെത്. അതിന്റെ തുടർച്ചയായി ജയശങ്കറും സ്വരാജും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടാറുണ്ട്. ജയശങ്കർ സ്ഥിരമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് ഒന്ന് സ്വരാജിനെതിരെയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ ഇൻ്റർവ്യൂ എടുത്തൊരു ഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു തുറന്ന മറുപടി ഞാൻ എഴുതിയിരുന്നു നവമാധ്യമത്തിൽ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അന്നത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഈ മറുപടി പറയാൻ മെനക്കെടുന്നില്ല. കാരണം ആരോടും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരാൾ, അഭിപ്രായ സ്ഥിരതയില്ലാത്ത ഒരാൾ. അപ്പോൾ രാവിലെ ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കുക, അത് കഴിഞ്ഞ് CPIയുടെ കമ്മിറ്റിയിൽ പോയിരിക്കുക, അതിനുശേഷം BDJSൻ്റെ ഉപദേശകനായി പോയി ഉപദേശം കൊടുക്കുക, വൈകിട്ട് വീണ്ടും RSS ഗണവേഷധാരിയായ നേതാവിൻ്റെ അടുത്ത് പോയിട്ട് രക്ഷാബന്ധം കെട്ടാൻ നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാമാന്യമായി ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ. അത് അങ്ങനെയും ഉണ്ടല്ലോ, ആളുകൾ അങ്ങനെയും ഉണ്ടാവും, പലതരത്തിലുണ്ടാവും. പിന്നെ പച്ചക്കള്ളം പറയുക. ഇപ്പോൾ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യശകലം ഒരാളെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിൽ ചോദിക്കുകയാണ്, 57-ലെ EMS ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിൽ ജനിച്ച മന്ത്രിമാർക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറൊരു വകുപ്പും കൊടുത്തിട്ടില്ല എന്ന് ആധികാരികമായിട്ട് പറയുകയാണ്. അതിലെനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം ഇദ്ദേഹം ആയതുകൊണ്ട് അതല്ല, അതിൻ്റെ അപ്പുറവും പറയും, എന്തും പറയും. പറയുന്ന വാക്കിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഒരു പ്രതിബദ്ധതയും ആരോടും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ വലിയൊരു സദസ് അത് കേട്ടിട്ട് കൈയടിച്ചു. അവരാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അത് പണ്ടും ഞാൻ വേറൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു യുവജന നേതാവ് പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തിയപ്പോൾ മഹാത്മാഗാന്ധി സ്വന്തം മുത്തച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊന്നുമില്ല. കാരണം അത് ചിലപ്പോൾ നാക്കുപിഴയൊക്കെ ആവാം. സത്യത്തിൽ അത് നാക്കുപിഴയല്ല. കാരണം ഒരു പേര്, ഒരു വർഷം, ഒരു പുസ്തകത്തിൻ്റെ പേര് അങ്ങനെയൊക്കെ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് തെറ്റുന്നു, അതൊക്കെയാണല്ലോ നാക്കുപിഴ. മറ്റതൊരു വിഷയം അവതരിപ്പിക്കുകയാണ്. മുത്തച്ഛൻ വെടിയേറ്റ് വീഴുന്നു, അപ്പോൾ അത് കണ്ട പേരക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ ബോധം മനസ്സിലുണ്ടെന്നാണ്. ഇനി എന്തോ ആവട്ടെ, നാക്കുപിഴയെങ്കിൽ നാക്കുപിഴ, അതൊരാൾക്ക് പറ്റുന്ന പെശകാണ്, അത് ഭയപ്പെടുത്തുന്നില്ല. പക്ഷെ ആവേശത്തോടെ ആർത്ത് കൈയടിച്ചു ഒരു വലിയ പുരുഷാരം, അത് നമ്മളെ ഭയപ്പെടുത്തും. ഇവിടെയും അതുപോലെ 57 മുതൽ ഇങ്ങോട്ട് മറ്റ് പട്ടികജാതി ക്ഷേമ വകുപ്പിന് പുറമെ മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്തവരാണ് എല്ലാ LDFിലെ മന്ത്രിമാരും. ഏറ്റവും ഒടുവിൽ തന്നെ നോക്കിയാൽ നമ്മുടെ 2ാം പിണറായി ഗവൺമെൻറ്റിൽ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു? അതിന് മുൻപ് നോക്കിയാൽ സാംസ്കാരിക മന്ത്രി ആരായിരുന്നു? നിയമവകുപ്പ് മന്ത്രി ആരായിരുന്നു? അതിൻ്റെ മുൻപ് VS ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആരായിരുന്നു? സുപ്രധാനമായ വകുപ്പുകളല്ലേ എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്ത്. എന്നിട്ടും ഇങ്ങനെ ഒരു പച്ച കള്ളം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ്, ചില ജീവിതങ്ങൾ കള്ളം പറയാൻ വേണ്ടി മാത്രമുള്ളതാണ്, ചില ജീവിതങ്ങൾ ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇതേപോലെ ഒരാൾ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ നാട്ടുമ്പുറത്തുകാരനാണ്, ഞങ്ങൾ ഇങ്ങനെ ദേഷ്യമൊക്കെ വരും, അപ്പോൾ ഞങ്ങൾ തെറി പറയും, ഞങ്ങൾ മുണ്ട് നോക്കി കാണിക്കും. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. അപ്പോൾ ഞാൻ തനി നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ആളാണ്.
ഇപ്പോഴും നാട്ടിൻപുറമായിരിക്കുന്ന ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ നാട്ടിലാരും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇത് ഏത് നാട്ടിൻപുറത്താണ് ഇദ്ദേഹം ജനിച്ചതെന്ന് നമുക്ക് പറയാനും കഴിയില്ല. അങ്ങനെയുള്ളവരോട് നമുക്ക് സംവദിക്കാൻ പറ്റില്ല. നമുക്കല്ല, സാമാന്യ നിലയിൽ മനുഷ്യർക്കാർക്കും സംവദിക്കാൻ പറ്റില്ല. ഇങ്ങനെ പച്ചക്കള്ളം പറയുകയും ചരിത്രം എന്ന നിലയിൽ പച്ചക്കള്ളം പറയുകയും അധിക്ഷേപം മാത്രം പറയുകയും ഓരോ മണിക്കൂറിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവരെ ഒരുപക്ഷെ ഭാവി തലമുറ സവിശേഷ പഠനത്തിന് വിധേയമാക്കിയേക്കും എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വി എസിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പം മറ്റൊരു വാർത്ത വി എസുമായി ബന്ധപ്പെട്ടായിരുന്നു. CPM സമ്മേളനത്തിൽ വി എസിനെ ഉൾപ്പെടുത്താതെ കമ്മിറ്റി പോയി എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് ഈ പ്രഖ്യാപനം വന്നെന്ന് MV ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനം ഇത് സൂചിപ്പിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ വാർത്ത അടുത്ത ദിവസം വരെയും പിന്നീട് ഒരിക്കൽ കൂടി ദേശാഭിമാനിയിലൂടെ ഗോവിന്ദ മാഷ് വിശദീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതെ, അതൊക്കെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. CPIM-നെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം ഇപ്പോൾ അറിയാം. കഴിഞ്ഞ സമ്മേളനത്തിന് മുതൽ 75 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ കമ്മിറ്റികളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒഴിയും. അങ്ങനെയാണെങ്കിലും ചില ഒഴിയുന്ന സഖാക്കളെ കമ്മിറ്റികളിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തും. അത് കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. VS സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിരുന്നു, നിലവിൽ ക്ഷണിതാവാണ്, നാളെയും ക്ഷണിതാവാകും. കാരണം CPIM-ൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഏക അംഗം അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല, പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു ആദരവാണ്. അപ്പോൾ അത് ഇനിയും തുടരും. പക്ഷേ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമാണ് ക്ഷണിതാക്കളുടെ കാര്യം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് പ്രായപരിധി കഴിഞ്ഞതിനാൽ ഒഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലും കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവാകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ പിന്നെ അവരെ ഇവിടെ ക്ഷണിക്കേണ്ടതില്ല, ഇവിടെ അവർ ഓട്ടോമാറ്റിക്കായി ക്ഷണിതാക്കളാണ്. ഇല്ലെങ്കിൽ ഇവിടെ ക്ഷണിക്കുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനാണ് പാർട്ടി കോൺഗ്രസ് വരെ കാത്തിരിക്കുന്നത്. അതാണ് വിവാദമാക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ വാർത്തകൾക്ക് പുറകെയല്ല, അദമ്യമായ വാർത്താമോഹവുമായി അലയുന്നവരല്ല, മറിച്ച് വിവാദമോഹവുമായി അലയുന്നവരാണ്. വിവാദങ്ങളൊന്നുമില്ലെങ്കിൽ അത് സൃഷ്ടിക്കാൻ മാത്രം കെൽപ്പുള്ളവരുമാണ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ. പാർട്ടിക്ക് ഇപ്പോൾ ഇതിന് എന്തായാലും വിശദീകരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതൊരു ദുര്യോഗമാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു എന്നത് രാഷ്ട്രീയമായും സാമൂഹികമായും ഉള്ളൊരു ദുര്യോഗമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങളെ പല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. പല രീതിയിലല്ല, ഇപ്പോൾ നരേന്ദ്രമോദി കാലത്തെ മാധ്യമങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് വിമർശനം നോക്കുമ്പോൾ പലപ്പോഴും ചെറിയ ബാലിശമായ വിവാദങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള, ഇപ്പം പറഞ്ഞ പോലെ വിവരക്കേട് എന്നൊക്കെ ചില ആളുകൾ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയാതെ നടത്തുന്ന വാർത്താ റിപ്പോർട്ടിംഗാണ് കൂടുതലും വരുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്നുള്ള വിമർശനം അവിടെ നിർത്തിക്കൊണ്ടാണോ ഇത് പറയുന്നത്? രണ്ടുമുണ്ട്. ഒന്ന്, മാധ്യമപ്രവർത്തകരായിട്ട് വരുന്നവരിൽ പലരും ശരിക്കും മാധ്യമപ്രവർത്തനത്തിന് ആവശ്യമായത്ര ഗൗരവവും സമർപ്പണ മനോഭാവവും പ്രകടിപ്പിക്കുന്നില്ല എന്നതൊരു വിമർശനമുണ്ട്. ഒരു വിമർശനം അതാണ്. ഒരു ഡോക്ടറെ പോലെ, ഒരു സയൻറ്റിസ്റ്റിനെ പോലെ ഒക്കെ സൂക്ഷ്മതയും ഗൗരവവും പുലർത്തേണ്ട ഒരു ജോലി തന്നെയാണ് ഞങ്ങളുടേതും. ഞങ്ങളുടേതൊരു തല്ലിപ്പൊളി ജോലിയല്ല എന്ന് മാധ്യമപ്രവർത്തകരെങ്കിലും തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. രണ്ട്, രാഷ്ട്രീയമായ താല്പര്യങ്ങൾ. ആ താല്പര്യങ്ങൾ മിക്കപ്പോഴും മാനേജ്മെൻറ്റ് താല്പര്യങ്ങളായിരിക്കും, കോർപ്പറേറ്റ് താല്പര്യങ്ങളായിരിക്കും. മാധ്യമങ്ങളെ തന്നെ കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടി വരും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏഷ്യാനെറ്റിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞല്ലോ, ഞാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന്. കുംഭമേളയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞതിനാണ്. നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, ആരെയും എതിർക്കാം, പക്ഷേ നിങ്ങൾ ഇന്ന ഏരിയയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ എങ്ങനെ തൂലിക ചലിപ്പിക്കണം, എങ്ങനെ നിങ്ങൾ വാർത്തകൾ തയ്യാറാക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ആത്മാഭിമാന ബോധമുള്ള, ആർജവമുള്ള, വ്യക്തിത്വമുള്ള, സ്വന്തം കഴിവിൽ സംശയമില്ലാത്ത മാധ്യമപ്രവർത്തകർ ഇതൊന്നും സഹിച്ചു നിന്നോളന്നില്ല. അതില്ലാത്തവരെ സംബന്ധിച്ച് പിന്നെ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, എല്ലാം ഉള്ളിലടക്കി ഈ അടിമവേലയ്ക്ക് വിധേയമാവുക. അതൊരു നിവർത്തികേടാണ്. എന്നാൽ അതിൽ തന്നെ സൂത്രശാലികൾ ചെയ്യുന്നത് അതാണ് എൻ്റെ നിലപാട് എന്ന്, മാധ്യമ മുതലാളിയുടെ ആജ്ഞകൾ ഞാൻ അനുസരിക്കുന്നത് അതൊരു അടിച്ചേൽപ്പിക്കലായതുകൊണ്ടല്ല, മറിച്ച് ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നതുകൊണ്ടാണ്.
അതാണ് എൻ്റെയും നിലപാട് എന്ന് നടിക്കുക എന്നതാണ്. അതൊരു ആത്മവഞ്ചനയാണ്. പക്ഷേ ആത്മവഞ്ചകരും ധാരാളമുള്ള ഒരു രംഗമായി മാറുന്നു എന്നതാണ് വസ്തുത. വളരെയധികം നന്ദി ഇത്രയും നേരം ന്യൂസ് അറ്റ് ന്യൂസിൽ സമയം ചെലവഴിച്ചത്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.